ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മാത്സിൻ്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഓണം എക്സാമിൻ്റെ. അപ്പോൾ എന്തൊക്കെയാണ് മോഡലായിട്ട് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ക്വസ്റ്റ്യൻസ് എന്നും അവയുടെ ആൻസേഴ്സ് എന്നും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇവിടെ നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. എണ്ണം എഴുതാം എന്ന പ്രവർത്തനമാണ് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടെ ചിത്രത്തിലെ രൂപങ്ങൾ എണ്ണി എഴുതുക എന്നുള്ളതാണ്. ഇവിടെ മേലെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ രൂപങ്ങളായിട്ട് ആദ്യം എണ്ണി നോക്കാം. ഒന്നാമത്തെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചതുരം എണ്ണി നോക്കാം അല്ലേ. എത്ര ചതുരമുണ്ടെന്ന് ഇവിടെ നോക്കൂ കൂട്ടുകാരെ. ഒരു ചതുരം 1 2 3 4 5 6 7 8 9 10 അല്ലേ. അപ്പോൾ ഇവിടെ 10 എന്ന് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് ത്രികോണമാണ് എണ്ണാനുള്ളത്. അപ്പോൾ ത്രികോണം എണ്ണി ത്രികോണം എത്ര ആണെന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ഇവിടെ ഒരു ത്രികോണം 1 2, അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, ഇവിടെ ഈ വീടിന് താഴെയായിട്ട് 3 4 5 6 7 എണ്ണം. അപ്പോൾ ഇവിടെ 7 എന്ന് എഴുതുക. അടുത്ത വൃത്തമാണ്. വൃത്തം 1 2 3 4 5 6 7 എണ്ണം എന്നും ഇവിടെയും എഴുതി കൊടുക്കുക. ഇനി തുടർന്ന് വരുന്നത് വരച്ച് ചേർക്കൂ എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം വരുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഒന്നാമത്തേതിൽ ബി എന്നുള്ളിടത്ത് ഇനി അടുത്തതായിട്ട് വരുന്നത് എങ്ങനെയായിരിക്കും? ഒന്നാമത്തേതിൽ ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ചിത്രം വരച്ചു കൊടുക്കാം. ആദ്യം ഒരു ചതുരം വരക്കുക, എന്നിട്ട് ആദ്യത്തെ ത്രികോണം ഇങ്ങോട്ട്, പിന്നെ ത്രികോണം ഇങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ട്. അപ്പം മേലക്കാണ് ഇനി ത്രികോണം വരേണ്ടത്. അതുപോലെ തന്നെ സർക്കിൾ വരേണ്ടത് എങ്ങോട്ടാണ്? ഇവിടെയായിട്ട് സർക്കിളും വരുന്നതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. ഇനി അടുത്തത് ഏതാണെന്ന് നോക്കൂ. അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം? ഇതേപോലെ ഒരു ത്രികോണം വരച്ചു കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് മറ്റൊരു ത്രികോണം ഇതുപോലെ വരക്കുക. എന്നിട്ട് ഇവിടെ ഷെയ്ഡ് ചെയ്തു, ഇവിടെ ഷെയ്ഡ് ചെയ്തു, ഇവിടെ ഷെയ്ഡ് ചെയ്തു അല്ലേ. അപ്പം ഇനി അടുത്തതായിട്ട് എവിടെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്? നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, അഥവാ ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്? എ ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് താഴെയുള്ള ചോദ്യം നോക്കാം. പ്രവർത്തനം 2 മൃഗശാലയിൽ എന്നുള്ളതാണ്. മൃഗശാല സന്ദർശിക്കാൻ കുട്ടികൾ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുത്ത പ്രവേശന ടിക്കറ്റിലെ നമ്പറുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ആ നമ്പറാണ് താഴെ നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ബസ് 1, ബസ് 2, ബസ് 3 എന്ന് പറഞ്ഞുകൊണ്ടാണ് ബസ്സിലെ കുട്ടികളുടെ നമ്പർ എത്ര കുട്ടികളുണ്ടെന്ന് കൊടുത്തിട്ടുള്ളത്. ബസ് 1 വന്ന കുട്ടികളുടെ എണ്ണം ചുവടെ കൊടുത്തവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബസ് 1 വന്നിട്ടുള്ളത് 438 മുതൽ 490 വരെയുള്ള കുട്ടികളാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, 490 മൈനസ് 431 പ്ലസ് 1, 490 മൈനസ് 438 മൈനസ് 1, 490 മൈനസ് 438, 490 മൈനസ് 439. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? നമ്മൾ നോക്കേണ്ടത് 490 നിന്നും 438 മൈനസ് സി ആണ് വേണ്ടത്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് കൂട്ടുകാരെ? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി ഏത് ബസ്സിലാണ് കൂടുതൽ കുട്ടികൾ വന്നത് എന്നതാണ് അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിന് നമ്മൾ ഇതിൽ ഓരോന്നും ചെയ്തു നോക്കണം അല്ലേ. ഒന്നാമത്തെ ബസ്സിൽ 490 മൈനസ് 438 ചെയ്യുമ്പോൾ 52 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്തത് 553 മൈനസ് 500 ചെയ്ത് നോക്കുക. അപ്പോൾ 53 എന്ന് ഉത്തരം കിട്ടും. മൂന്നാമത്തെ ബസ്സിൽ എത്രയാണ്? മൂന്നാമത്തേതിൽ ആകെ 608 കുട്ടികൾ വരെയാണ് അല്ലേ. ഏത് മുതൽ? 599 മുതൽ. അപ്പോൾ 9 കുട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നിട്ടുള്ളത് ഏതിലാണ്? ബസ് 2ലാണ്. ഓക്കെ, അപ്പോൾ അവിടെ ബസ് 2 എന്ന് എഴുതി കൊടുക്കുക. ഇനി 3 ബസ്സിലുമായി വന്ന കുട്ടികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 53 പ്ലസ് 52 പ്ലസ് 9 ചെയ്ത് നോക്കുക. എത്രയാണ്? 3 2 5, 5 9 14, ബാക്കി 1, 5 5 10, 10 1 11. എത്രയാണ് കുട്ടികൾ? 53 പ്ലസ് 52 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 114 കുട്ടികൾ. അപ്പോൾ ആകെ 114 കുട്ടികളാണ് വന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് വണ്ണ് നോക്കാം. 3A ആണ്. 1000 സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോ ചേട്ടന് മാസം 1000 രൂപയാണ് കൊടുക്കേണ്ടത്. ഓരോ വീട്ടിലെയും കുട്ടികൾ കൊടുത്ത നോട്ടുകളുടെ എണ്ണം 5 ആണ്. ചില നോട്ടുകളുടെ വില എഴുതിയിട്ടുണ്ട്, ബാക്കി നോട്ടുകളുടെ വില എഴുതി ചേർക്കാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ ഇഷാൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തത് 200ൻ്റെ നോട്ടുണ്ടായിരുന്നു അല്ലേ.
പിന്നെ ഏതൊക്കെ നോട്ടുകളായിരിക്കും? 5 എണ്ണമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പം 200 കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപയിൽ ബാക്കി 800 രൂപ ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു 500ൻ്റെ നോട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയായി? 700 പിന്നെ എത്ര? 300 കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഒരു 100 കൊടുക്കും, ഒരു 100 കൊടുക്കും, ഒരു 100 കൊടുക്കും. അങ്ങനെ ടോട്ടൽ 1000 രൂപ ആയി. ഇനി അടുത്ത റിയയുടെ വീട്ടിൽ നിന്നും ആദ്യം 500 രൂപ കൊടുത്തു. പിന്നെ ബാക്കി എത്ര ഏതൊക്കെ ഉണ്ടായിരിക്കും? പിന്നെ 500 ബാക്കിയുള്ളത് അല്ലേ. അപ്പോൾ ഒരു 200ൻ്റെ നോട്ടും കൊടുക്കും, പിന്നെ 100 കൊടുക്കും, പിന്നെ 100 കൊടുക്കും, 100 കൊടുക്കും. അപ്പോൾ 3 100 300 300 200 500 500 500 1000. ഓക്കെ. ഇനി അടുത്ത 100 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ഉണ്ടായിരിക്കും? പിന്നെ ഒരു 500 കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 500ഉം 100ഉം 600 പിന്നെ 200 കൊടുക്കും, 600ഉം 200ഉം 800 പിന്നെ ഒരു 100 കൊടുക്കും, പിന്നെ 100 കൊടുക്കും. അങ്ങനെ ഇതും 1000 അപ്പോൾ നമുക്ക് 1000 രൂപയെ പല രീതിയിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. 5 നോട്ടുകളാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേ രീതിയിൽ നമ്മൾ എഴുതുക. ഇനി മിഷ കൊണ്ടുവന്നത് 500ൻ്റെ ഒരു നോട്ടും പിന്നെ 10ൻ്റെ നോട്ടുകളുമാണ്. അവൾ കൊണ്ടുവന്ന നോട്ടുകളുടെ ആകെ എണ്ണത്തിന് അടയാളപ്പെടുത്തുക. അപ്പം 500ൻ്റെ ഒരു നോട്ട് കൊണ്ടുവന്നു അല്ലേ. പിന്നെ കൊണ്ടുവന്നിട്ടുള്ളത് 10ൻ്റെ നോട്ടുകളാണ്. അപ്പോൾ 10ൻ്റെ എത്ര നോട്ടുകളാകുമ്പോഴാണ് കൂട്ടുകാരെ 500 ആകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര എണ്ണം വേണം? 10 × 50 ആണ് 500 എന്ന് പറയുന്നത്. ഓക്കെ. 10 × 50 500. അപ്പോൾ എത്ര നോട്ടുകളായിരിക്കും? 10ൻ്റെ 50 നോട്ടുകളായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഇനി ഇതിലെ അടുത്ത ചോദ്യം നോക്കാം. ഒരു പെട്ടിയിൽ 5 10 20 50 എന്നീ നോട്ടുകൾ 2 വീതമുണ്ട്. ഇതിൽ നിന്നും 3 നോട്ടുകൾ എടുത്തുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ തുക ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? 5ൻ്റെയും 10ൻ്റെയും 20ൻ്റെയും 50ൻ്റെയും ആണ് അല്ലേ. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ നോട്ടുകൾ ഏതൊക്കെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്? ഏറ്റവും ചെറിയ തുകയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ 3 നോട്ടുകളാണ് എടുക്കുക എന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം ഒരു 10ൻ്റെ ഒരു നോട്ട് എടുക്കും, പിന്നെ 5ൻ്റെ ഒരു നോട്ട് എടുക്കും, പിന്നെയും ഒരു 5ഉം കൂടെ എടുക്കും. അപ്പോൾ എത്ര രൂപയായി? 10 5 15 15 5 20. അപ്പോൾ 20 രൂപ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. കാരണം എന്താണ്? 5ൻ്റെ 2 നോട്ടുകൾ വീതം എടുത്താൽ മതിയല്ലോ അല്ലേ. 2 നോട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതിലും ചെറുതില്ല, അതുകൊണ്ടാണ് പിന്നെ നമ്മൾ 10 എടുക്കേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെ ആകെ 20 രൂപയാണ് കയ്യിൽ ഉണ്ടായിരിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് മൂന്നാമത്തേതിലെ ബി ചോദ്യമാണ്. മനുവും കൂട്ടുകാരും കാർഡ് കളിക്കുകയാണ്. ഒരാൾക്ക് 3 കാർഡ് എടുക്കാം. കണ്ണടച്ചാണ് കാർഡ് എടുക്കേണ്ടത്. ഒരാൾ എടുക്കുന്ന 3 കാർഡുകളിലെ സംഖ്യകൾ കൂടുന്നതാണ് അയാൾക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളടുത്ത് ഇവിടെ ഓൾറെഡി ചില പോയിന്റുകൾ തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഇവിടെ മനുവിന് 200 110 165 അപ്പോൾ എന്ത് ചെയ്യാം? 200 110 165 ഒന്ന് കൂട്ടി നോക്കുക. 5 6 3 7 2 3 4 എത്രയായി? 475 എന്ന് ഉത്തരം കിട്ടി. ഓക്കെ. അപ്പോൾ അവിടെ എന്ത് എഴുതുക? 475 എന്ന് നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ 475 ഇവിടെ മനുവിൻ്റെ പോയിന്റിൽ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് സാമിന് കിട്ടിയിട്ടുള്ളത് 100 150 കിട്ടിയിട്ടുണ്ട്. ഒരു കാർഡിലത്തെ പോയിന്റ് അവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ ടോട്ടൽ 360 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ 100ഉം 150ഉം കൂടെ ഒന്ന് കൂട്ടി നോക്കുക. എത്രയാണ്? 250 അല്ലേ. ഇനി ഇവിടെ 360 അപ്പോൾ എന്ത് ചെയ്താൽ മതി? 360ൽ നിന്നും 250 കുറച്ചാൽ മതി. എത്ര കിട്ടും? കുറക്കുമ്പോൾ നമുക്ക് 110 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ 110ൻ്റെ കാർഡ് ഇവിടെ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്പർ 110 ഇനി അടുത്തത് അനയുടെയാണ്. അനയുടെ ഒരു കാർഡ് മാത്രമേ തന്നിട്ടുള്ളൂ, 100 എന്നുള്ളത്. 440 ആകെ ഉള്ളത്. അപ്പോൾ ബാക്കി എത്ര വേണം? 240 വേണം അല്ലേ. അപ്പോൾ അവിടെ 200ൻ്റെ കാർഡ് ഉണ്ട്. 200ൻ്റെ കാർഡ് ഉണ്ട്. അപ്പോൾ ആദ്യം 200ൻ്റെ കാർഡ് എഴുതുക. പിന്നെ ബാക്കി 140 140ൻ്റെ കാർഡ് ഇവിടെ ഉണ്ട്, അതും കൂടെ എഴുതി കൊടുക്കുക. ഇനി കൂട്ടുമ്പോൾ 1000 കിട്ടുന്ന 4 സംഖ്യാ കാർഡുകൾ തന്നിട്ടുള്ളവയിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുമ്പോൾ 1000 കിട്ടണം കേട്ടോ. അപ്പോൾ ഏതൊക്കെ സംഖ്യകൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും? 1000 കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു 350 എടുത്തു നോക്കാം. ഓക്കെ. 350 150 പിന്നെ 250ഉം 2 250ൻ്റെ കാർഡുകളും എടുത്തു നോക്കാം. ഇവിടെ ഇതെല്ലാം കൂടെ കൂട്ടും. 5 5 10 20 ബാക്കി 2 5 5 6 6 2 8 8 2 10. അപ്പോൾ എത്രയായി? 1000 അപ്പോൾ ഏതൊക്കെയാണ് കാർഡുകൾ? 150 350 150
250, വീണ്ടും ഒരു 250. ഓക്കെ, ഇനി അടുത്ത ഇതിലേക്ക് കടക്കാം. അടുത്തത് വിനോദയാത്രയാണ്. വിനോദയാത്രക്ക് ഓരോ കുട്ടിയും 625 രൂപയാണ് നൽകേണ്ടത്. മനുവും കൂട്ടുകാരും 625 രൂപ കൊടുത്തത് വ്യത്യസ്ത രീതിയിലാണ്. മനുവിൻ്റെ കൂട്ടുകാർ കൊടുത്ത നോട്ടുകൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 625 രൂപയാകാൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും? ഒന്ന് 6, 100, 2, 10, 5, 1 രൂപ. ഇനി എത്ര രൂപ കൂട്ടണം? 625 1 രൂപ കൂട്ടുന്നതാണ് 625 രൂപ എന്ന് പറയുന്നത്. ഇനി 5 100 രൂപ ഡാഷ് 10 രൂപ 1 രൂപ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 500 രൂപയാണ് അല്ലേ? പിന്നെയോ, പിന്നെ എത്ര 10 രൂപ കൂട്ടണം കൂട്ടുകാരെ? എവിടെ 12 10 രൂപ കൂട്ടണം. അപ്പോൾ അവിടെ എത്രയായി? 120 ആയി. അപ്പോൾ 500 120 620 പിന്നെ 5 1 രൂപ കൂടെ കൂട്ടിയാൽ മതി. ഇനി അടുത്തത് ഇവിടെ എത്ര 100 രൂപ, എത്ര 10 രൂപ, എത്ര 1 രൂപ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 6 100 രൂപ, 2 10 രൂപ, 5 1 രൂപ. ഇനി ഇവിടെ 62 എന്താണ്? 62 10 രൂപകളാണ് വേണ്ടത്. 10 രൂപ, പിന്നെ 5 1 രൂപ. ഇനി ഡാഷ് 100 രൂപ എന്ന് പറയുന്നുണ്ട്. അവിടെ 6 100 രൂപയും പിന്നെ എത്രയാണ്? 25 1 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ 625 രൂപയാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 625 എന്നല്ല, ഏത് സംഖ്യയും വ്യത്യസ്ത രൂപത്തിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഇതിലെ അടുത്തൊരു പ്രവർത്തനം കൂടെയുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. 5A എന്നുള്ളതാണ് എണ്ണം കണ്ടെത്താം എന്ന പ്രവർത്തനമാണ്. ഒരു പഞ്ചായത്തിലെ 2 സ്കൂളിലെ കുട്ടികളുടെ എണ്ണമാണ് പട്ടികയിൽ. ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതൊന്ന് കൂട്ടി നോക്കണം. 1ാം ക്ലാസ്സിലുള്ളത് 110ഉം 109ഉമാണ്. രണ്ടും കൂടെ കൂട്ടി നോക്കുക. 9 1 2 എത്രയാണ്? 219. ഇനി 2ാം ക്ലാസ്സിൽ നോക്കൂ, 121ഉം 111ഉമാണ്. ഇവിടെ 2 വരും, ഇവിടെ 3 1 2 232 കുട്ടികൾ. ഇനി 3ാം ക്ലാസ്സിൽ 123ഉം 130ഉം ആണ്. ഇവിടെ 3 5 2 എത്രയായി? 253. 4ാം ക്ലാസ്സിൽ 100ഉം 110ഉം ആണ്. 210 കുട്ടികൾ. ഇനി ഇവിടെ 2ാമത്തെ സ്കൂളിൽ നിന്നും കുറേ കുട്ടികൾ 1ാമത്തെ സ്കൂളിൽ ചേർന്നപ്പോൾ 2 സ്കൂളിലെയും കുട്ടികളുടെ എണ്ണം തുല്യമായി. എത്ര കുട്ടികളാണ് സ്കൂൾ മാറിയത്? ശരി ഉത്തരത്തിൽ അടയാളപ്പെടുത്തുക. അതോ 2ാമത്തെ സ്കൂളിൽ നിന്നും എത്ര കുട്ടികൾ? 2ാമത്തെ സ്കൂളിൽ ആകെ ടോട്ടൽ എത്ര ഉണ്ടെന്ന് കാണണം അല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ 3ഉം 1ഉം 4, അതുപോലെ തന്നെ 2 1 3, 3 2 5, 1 2 3 4 454 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 2ാമത്തെ സ്കൂളിൽ 9 10, ബാക്കി 1 2 2 3 5 5 6, ഇവിടെ 1 2 3 4 460 കുട്ടികളാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടിലും ഈക്വൽ ആവാൻ വേണ്ടി എത്ര കുട്ടികൾ മാറണം കൂട്ടുകാരെ? അപ്പോൾ ഇത് ഈക്വൽ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ആകെ 6 കുട്ടികളാണ് കൂടുതലുള്ളത് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് 3 കുട്ടികൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ കറക്റ്റ് ആവും. അപ്പോൾ 3 കുട്ടികളാണ് അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെ 457 കുട്ടികളാവും, ഇവിടെയും 457 കുട്ടികളാവും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കാം. 5ാമത്തേതാണ് 5ലെ ബി. പഴക്കട എന്നുള്ള ചോദ്യമാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. മനുവിൻ്റെ അച്ഛന് ടൗണിൽ 2 പഴക്കടകളുണ്ട്. ഓണക്കച്ചവടത്തിന് ഈ കടകളിൽ നടന്ന നേന്ത്രപ്പഴ വിൽപ്പനയുടെ വിവരം നൽകിയിരിക്കുകയാണ്. ഇവിടെ 1ാം ദിവസം 2ാം ദിവസം 3ാം ദിവസം കട 1ലും കട 2ലും എത്രയാണ് വിറ്റിട്ടുള്ളത് എന്നതാണ് തന്നിട്ടുള്ളത്. 2 കടകളിലെയും വിൽപ്പന ചേർത്ത് ഓരോ ദിവസത്തെയും മൊത്ത വിൽപ്പന കണക്കാക്കൂ. അപ്പോൾ 1ാമത്തെ ദിവസം എത്രയാണ് ഉണ്ടായിരുന്നത്? അഥവാ 2 കടകളിലും കൂടിയിട്ടാണ്. അപ്പോൾ ഇവിടെ 212 1ാമത്തെ കടയിലും 175 2ാമത്തെ കടയിലും. എത്രയായി? 5 2 7, 7 1 8, 2 3 387 കിലോ ആണ് വിറ്റിട്ടുള്ളത്. 2ാമത്തെ ദിവസം നോക്കൂ, 177 കിലോ 1ാമത്തെ കടയിലും 215 കിലോ 2ാമത്തെ കടയിലും. 5ഉം 7ഉം എത്രയാണ്? 12, ബാക്കി 1 7ഉം 1ഉം 8, 8 1ഉം 9, 2 3 2 1 3 392 കിലോനാണ്. ഇനി അടുത്ത നോക്കൂ, 3ാമത്തെ ദിവസം 208 കിലോനും 217 കിലോനുമാണ്. അപ്പോൾ 7ഉം 8ഉം എത്രയാണ്? 15, ബാക്കി 1 1 1 2,
രണ്ടും 4 425 കിലോ ആണ് മൂന്നാമത്തെ ദിവസം വിറ്റിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് ഏത് ദിവസമാണ്? ഏതാണ്? മൂന്നാമത്തെ ദിവസമാണ്. 3 ദിവസങ്ങളിലായി ഒന്നാമത്തെ കടയിൽ എത്ര കിലോഗ്രാം നേന്ത്രപ്പഴം വിറ്റു? ശരി ഉത്തരത്തിന് ടിക്ക് കൊടുക്കുക. 3 ദിവസങ്ങളിലുമായിട്ട് ഒന്നാമത്തെ കടയിൽ വിറ്റിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ മതി. 7 2 9, 9 8 എത്രയാണ്? 17. ബാക്കി 1, 7 1 8, 8 1 9, അതുപോലെ 2 1 3, 3 2 5, എത്രയാണ്? 597 ഓപ്ഷൻ മൂന്നാമത്തേതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും നമ്മൾ നോക്കി. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ കിട്ടട്ടെ, A+ തന്നെ കിട്ടുമെന്ന് വിചാരിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.